ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും വീണ്ടും മഴയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഡിന്നർ ഉണ്ടാക്കാൻ വെള്ളപ്പം ഉരുളൻകിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മഴ കാരണം കൊണ്ട് കുറച്ച് മടി പിടിച്ചു. അതുകൊണ്ട് തന്നെ ഡിന്നറിന് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് പാസ്തയിൽ എത്തിയിട്ടോ. നമ്മൾ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പാസ്തയൊക്കെ ഉണ്ടാക്കണം. ചപ്പാത്തി വെള്ളപ്പൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ പാസ്ത ഉണ്ടാക്കാനായിട്ട് നമ്മളന്ന് ഗസ്റ്റൊക്കെ വന്നപ്പോൾ വാങ്ങിയ പാസ്ത ഉണ്ടായിരുന്നു. അത് കുറച്ച് തിളച്ച വെള്ളത്തിൽ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വേവിച്ച് ഊറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് പാസ്ത കിട്ടും. പാസ്തയുടെ വേവ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി മതി. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഇട്ടാൽ മതി. ബട്ടറിലേക്ക് കുറച്ച് ഗാർലിക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 2 കപ്പ് വേവിച്ച പാസ്തയുടെ അളവാണ് പറയുന്നത്. 2 ടീസ്പൂൺ മൈദ കേട്ടോ. ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുക്കുമ്പോൾ ബട്ടർ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതിലേക്ക് 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം, അങ്ങനെ 1.5 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വേവിച്ച പാസ്തയിലേക്ക് 1.5 ഗ്ലാസ് പാലും വെള്ളവും കൂടെ കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പാല് തന്നെയാകുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടയാവും നമ്മുടെ പാസ്ത. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഹെർബ്സ് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ സോസ് ചേർക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് ക്രീമായിട്ടുള്ള പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. പക്ഷേ ഇടയിൽ മോൻ വന്നു, അപ്പോൾ റെസിപ്പിയൊക്കെ മാറി കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയിൽ പറയുന്നുണ്ട്, വീഡിയോ എടുക്കാനായിരുന്നില്ല എത്ര ഭംഗിയിലൊക്കെ ചെയ്തേന്ന്. വീഡിയോ എടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക, അല്ലെങ്കിൽ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ടാക്കി ഇതിലേക്ക് കുറച്ച് പാസ്ത സോസ് ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ. ക്രീമി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിലേക്ക് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടു. കുറച്ച് പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചു. ഇപ്പോൾ ലോഡഡ് പാസ്ത എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്